ഇന്ന് ഒരു തൃശ്ശൂർ പൂരത്തിന് പോയ കഥ പറയാട്ടോ. എല്ലാ വർഷവും രാവിലെ പൂരത്തിനാണ് പോവുക. തലേ ദിവസം പൂരത്തിന് പോയി കഴിഞ്ഞാൽ ആകെ തിരക്ക് കാരണം ഒന്നും കാണാനായിട്ട് പറ്റില്ല. ഒരു വർഷം പോയിട്ട് ആകെ പെട്ടുപോയി. അതുകൊണ്ട് പൂരപ്പിറ്റേന്നാണ് പോവാറ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ പൂരപ്പിറ്റേന്ന് തന്നെ പോയിട്ടോ. എന്നത്തേക്കാൾ അലർജി കൂടുതലായ ദിവസമായതുകൊണ്ട് പോയപ്പോഴേക്കും ലേറ്റ് ആയിട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും അമ്മയും ഗംഗും അല്ലും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ബസ്സിനാണ് രാവിലെ പോയത്. അവിടെ എത്തി വടക്കുന്നാഥൻ തൊഴുത് പാറമേക്കാവിലും തൊഴുതിട്ടാണ് കേട്ടോ പൂരം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോഴേക്കും തന്നെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കും വരുന്നുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു നേരമായപ്പോഴേക്കും തീരെ വയ്യാതായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും പോരാത്തതിന് അലർജിയും എല്ലാം കൂടെ. തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി ഞങ്ങൾ പൂരത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. ആനകളുടെ ഭാഗത്ത് ബാക്കിൽ ഈ സൈഡിൽ കുറച്ച് നേരം നിന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ടും തിരക്കിൻ്റെ ഇടയിൽ പെട്ടിട്ടും ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടത്. ഇതൊരു കലാരൂപമാണോ അതിൻ്റെ പേര് അങ്ങനെയൊന്നും എനിക്കറിയില്ല. ആ കയർ കൊണ്ട് അവരിങ്ങനെ ദേഹത്ത് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഫാമിലിയാണെന്ന് തോന്നുന്നു. അവിടുത്തെ ചൂടും തിരക്കും സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ എക്സിബിഷൻ കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ എക്സിബിഷൻ കയറി ഒരുപാട് സാധനമൊക്കെ കണ്ട് ഈ ഒരു സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് നമ്മുടെ ഓഫീസിലും വീടിൻ്റെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള പൂവുകളും ചെടികളൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിൽ കേട്ടോ. ഞാൻ ഓൾറെഡി മുൻപ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടെത്തിയത് ഇങ്ങോട്ട് കേട്ടോ. ഞാനും ഏട്ടനും സാധാരണ ഈ വിധ ഐറ്റംസിലൊന്നും കയറാറില്ല, അതുകൊണ്ട് കയറിയില്ല. ഈ തോണി പോലെയുള്ള ഊഞ്ഞാലിൽ ഒറ്റ വട്ടം കയറി ഓർമ്മ എനിക്കുള്ളൂ. അത് തന്നെ വല്ലാത്തൊരു ഓർമ്മയാണ്. അവിടുന്ന് ഞങ്ങൾ ചില്ലി വാങ്ങിച്ചിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയില്ല, കഴിച്ചു നോക്കിയവർ ഒട്ടും കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. താഴെ കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. അതിൽ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള നല്ലൊരു സംഭവം. എന്തായാലും അതെനിക്കിഷ്ടപ്പെട്ടു. ഇതെല്ലാം ഒരുപാട് നേരം നോക്കി നിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഒരു എൻഡിൽ നിന്ന് കയറി അടുത്ത എൻഡിലേക്ക് എത്തിയപ്പോഴേക്കും തീരെ വയ്യാതെയായി. വെടിക്കെട്ടും കൂടെ കാണാൻ നിൽക്കണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം. എല്ലാ വർഷവും രാവിലെ വന്നു കഴിഞ്ഞാൽ വെടിക്കെട്ടും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാറുള്ളത്. പക്ഷേ ഇക്കൊല്ലം ഒന്നിനും വയ്യ. ഈ നീരയും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. പൂരവും കണ്ടില്ല, വെടിക്കെട്ടും കണ്ടില്ല.